അപ്പോൾ 6 മണി കഴിഞ്ഞ് അവനെ ഒരു വിധത്തിൽ എണ്ണിപ്പിച്ച്. ലേറ്റായിട്ടാണ് കിടന്നത്, പിന്നെ അവനെങ്ങനെ എണ്ണിക്കും? ഞാനും അതുപോലെ. ഇപ്പോഴാണ് അലാറം അടിക്കുന്നത്. ശരിയാ, ഞാൻ 6:15 അലാറം വെച്ച. ഞാൻ ചിന്തിച്ച 6 മണിക്കാണ് ഞാൻ വെച്ചതെന്ന്. ഞാൻ നോക്കുകയാണ്, ഞാൻ അങ്ങനെ എണീറ്റ് 6:02 ഞാൻ ചിന്തിച്ച അലാറം അടിച്ചതും ഇല്ലല്ലോ എന്ന്. പക്ഷേ 6:15 ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേ. മിക്സി ഇട്ട ജാറ് കഴുകിയ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അത് ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിരിച്ചിരി അരച്ച സമയത്ത് റാഗിയും ബാജറയും കൂടെ ഞാൻ മിക്സ് ചെയ്ത പൊടി 1 ടേബിൾ സ്പൂൺ കൂടെ ഇട്ടിട്ടുണ്ട്. അന്നേരം പോളിന് ഇന്ന് രാവിലെ 7:30 കോളേജിൽ എത്തണം. കോളേജിൽ ഇന്ന് പ്രാക്ടിക്കൽ. അപ്പം ഞാൻ ഈ ഒരു 7 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് കഥകളെല്ലാം കേട്ടല്ലേ, അവനങ്ങ് വെറും പാൽ അത്ര അല്ലെങ്കിൽ തന്നെ അവന് പാലായിട്ട് കൊടുക്കുന്ന അവന് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അതിന് ഇച്ചിരി കോഫിയായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അതും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കഴിക്കാൻ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയത്. അവനതും വേണ്ടാന്നാണ് പറയുന്നത്. അപ്പോൾ 10-10:30 ആകുമ്പോഴത്തേക്ക് തിരിച്ച് വരും പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ട്. ഇഡലി ഉണ്ടാക്കാൻ നിന്നാൽ ഇത്തിരി സമയം എടുക്കത്തില്ലേ, അതുകൊണ്ട് 2 ദോശ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ എളുപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആൾക്ക് വേണ്ട. പോൾ 2 എണ്ണം കഴിച്ചിട്ട് പോടാ. ഇന്നലെയാണെങ്കിൽ റീച്ചാൻ ലേറ്റായിട്ടാണ് വന്നതും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഞാനിങ്ങനെ നോക്കിയിരിക്കും. റീച്ചാൻ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ റീച്ചാൻ കിടന്നാൽ പിന്നെ റീച്ചാൻ നന്നായിട്ട് ഉറങ്ങും. പക്ഷേ എനിക്കങ്ങനെ ഉറക്കം, അതുകൊണ്ട് അങ്ങോട്ട് എണീക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത്. എന്ത് വന്നേലും എണീറ്റ്. ഇപ്പം എന്താണ്ട് അവൻ കഴിച്ചില്ല, ഓടെ പോകുന്നു. നേരം ഇങ്ങനെ ഇരുട്ടി ഇങ്ങനെ ചൊവ്വിന് വെളുത്ത് വന്നിട്ടില്ല. അപ്പം അത് കഴിഞ്ഞ് ചായയൊക്കെ റെഡിയായി. ചായയൊക്കെ ഇനി ഡാഡിക്ക് കൊണ്ട് കൊടുക്കട്ടെ. ഞാൻ തേങ്ങയും 1 പച്ചമുളകും കറിവേപ്പിലയും ഇച്ചിരി സവാള അരിഞ്ഞത് കണ്ടല്ലോ, അതുകൂടെ അരച്ച് കുറച്ച്. എന്നിട്ട് പിന്നെ ഞാനൊരു 2-2.5 ടേബിൾ സ്പൂണോളം പൊട്ടുകടലയും കൂടെ ചേർത്ത് അതുകൂടെ അരച്ച്. പക്ഷേ പൊട്ടുകടല ഒത്തിരി നമ്മൾ തേങ്ങ അങ്ങ് അരയ്ക്കുന്നത് പോലെ ഞാൻ പൊട്ടുകടല അരച്ചില്ല. എന്നിട്ട് ഇച്ചിരി കടുക് വറുത്ത് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുവേ. ഇനി അത് വല്ലതും ഉണ്ടോടോ റീസൺ? നിനക്ക് രാവിലെ ദോശയൊന്നും വേണ്ട? ഇത്
വട്ടം കൊണ്ട് കള. എന്തിനാ വെച്ചേക്കുന്നേ? അവൻ രാവിലെ ദോശയൊന്നും തിന്നാതെ ഈ സോയാ സ്റ്റിക്ക് ഉണ്ടല്ലേ, അതിരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് തിന്നിട്ട് ഞാൻ നോക്കിയാണ്, ഞാൻ അകത്തെ മുറിന്ന് ഇങ്ങോട്ട് വന്നിട്ട് വിരുന്ന് നക്കുന്നു. ഞാൻ പെട്ടെന്ന് അടുക്കളയിൽ പോയി ഇതെടുത്തുകൊണ്ട് വന്നതാണ്. അത് ആൾ കണ്ടില്ല, പിന്നെ കണ്ടത്. അതിൻ്റെ ആ പൊടി പോലും നക്കുമായിരുന്നു. പിന്നെ അവൻ തിന്നില്ല. അന്നേരം ഇന്നലെ അവർക്ക് ഈ സംക്രാന്തി ആയതുകൊണ്ട് പട്ടം ഉണ്ടാക്കണമായിരുന്നു സ്കൂളിൽ. അതുണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞെടുത്തത് ഇനി എന്തിനാ വെച്ചേക്കുന്നത്, എടുത്ത് കളയാൻ പറഞ്ഞു. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. ഇതിപ്പം 1.5 കിലോ കപ്പയും 1 കിലോ ബീഫും. ഒരു 3 സവാള ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു 10 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു 4 പച്ചമുളക്. ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് ഇടുക. ഇത്തിരി ഉപ്പിട്ട് തന്ന് വഴറ്റിയെടുക്കാം. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർക്കാമേ. കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പിലാണെങ്കിൽ കുറേ കൂടെ, എൻ്റെ കയ്യിൽ അത്ര ഇത്തിരി ഒന്ന് വാടിപ്പോയി. നല്ലൊരു 2 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പം നമ്മളിപ്പോൾ കറി വെക്കുവാണെങ്കിൽ ഇതിനേക്കായി സവാള വേണ്ടി വരും, പക്ഷേ ഇതിനാകുമ്പം ഇത്രയും സവാള മതി. അപ്പോൾ ഇതിൻ്റെ അകത്തെ സവാളയ്ക്ക് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായി. അപ്പം കുക്കറിലാകുമ്പം പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമുക്ക് ഈ ഇറച്ചിക്കറിയുടെ അത്രയും ഒന്നും നമുക്ക് അത്രയൊന്നും ഗ്രേവി ഒന്നും വേണ്ടല്ലേ, അതുകൊണ്ട് ഇത്രയും പൊടികളൊക്കെ ചേർത്താൽ മതി. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരിയും 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായി എൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ കറിക്കാണെങ്കിൽ ഇതിനേക്കാൾ കുരുമുളക് പൊടി ചേർക്കും, പക്ഷേ ഒത്തിരി അങ്ങ് എരിവ് ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ, അതുകൊണ്ട് കറി വേറെ ഇത് വേറെ. കറിക്കാണെങ്കിൽ ഞാനൊരു 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ കുരുമുളക് പൊടി ചേർക്കും. ഇതിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. ഒരിച്ചിരി ഫാറ്റ് ഇതിലുണ്ട്. മീൻസ് അങ്ങ് മൊത്തത്തിലങ്ങ് നമ്മൾ ബീഫ് അച്ചാറിന് കൊണ്ടുവന്നില്ലേ, അതുപോലുള്ളതല്ല. ഇതിൻ്റെ അകത്തൊരിച്ചിരി നമ്മളിപ്പം ഇത് വെക്കുന്ന ഉടനെ ഇച്ചിരി ഫാറ്റൊക്കെ ഉള്ളതാണ് നല്ലത്. അപ്പം ഞാൻ അതിലേക്ക് ഒരിച്ചിരി വെള്ളം കൂടെ, ഒരു സ്വല്പം വെള്ളം ഒഴിച്ച്, ഇപ്പം നമ്മൾ കപ്പയും കൂടി ഇതിൽ ചേർക്കണ്ടേ, അതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ കറി ഇങ്ങനെ വെക്കുവാണെങ്കിൽ വെള്ളമേ ഒഴിക്കാറില്ല, അതിൻ്റെ അകത്തുള്ള വെള്ളം ഇറങ്ങി അത് വേവുന്നത്. പക്ഷേ ഞാൻ ചിലർ ബീഫ് ഇത് ഉണ്ടാക്കുമ്പോഴേ ഇത്തിരി പീസ് വലുതായിരിക്കും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തില്ല. ഇവിടുത്തെ ഈ പിള്ളേരെ പ്രതിയാണ് ഞാൻ ഇത് ചൊവ്വിന് വേവിക്കുന്നത്. ഞങ്ങൾ പണ്ട് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചോണ്ടേ ബീഫൊക്കെ നമുക്ക് പീസ് പോലെ അതിൽ കിടക്കുമായിരുന്നു, കപ്പയും ബീഫായിട്ട്. കപ്പയും ഇച്ചിരി കഷ്ണങ്ങൾ കാണും. ഇവിടെ ഇവരെ പ്രതിയാണ് ഞാൻ നന്നായി ഇതൊന്ന് വേവിക്കുന്നത്. അത് പക്ഷേ അവസാനം അത് ഫ്ലോപ്പായിപ്പോയി. ഫ്ലോപ്പല്ല, പോളിന് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. തുണിയിടട്ടെ. ഞാനവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഒരുത്തം വന്ന് ഓണാക്കിയതാണ്. പിന്നെ കുഴപ്പമില്ലായിരുന്നു, അതുകൊണ്ട് ഞാനങ്ങ് മിണ്ടാതെ നിന്നെയാണ്. അപ്പോൾ തുണിയെല്ലാം ആയി, ഇനി തുണിയൊന്ന് വിരിക്കണം. കുക്കറിൽ വിസിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ അത് പോളിന് ഇഷ്ടമായില്ലെന്ന്. പോളിന് അത് കൊടുത്തുണ്ടേ ഞാൻ പറഞ്ഞില്ലേ, ഇവർ നേരത്തെ പറയുമായിരുന്നു നന്നായിട്ട് വേവണം, ഞങ്ങളുടെ പല്ലി കയറുന്നു. ഇവന്മാർക്ക് രണ്ടിനും ബീഫ് അത്ര ഇഷ്ടമല്ല, അവർക്ക് ചിക്കനാണ് താല്പര്യം. പക്ഷേ റീച്ചാന് ബീഫാണ് ഇഷ്ടം. അത് വെന്തങ്ങ് ഉടഞ്ഞ് അന്നേരം പോള് കൊടുത്തന്നെ പറയാം, അവനും പീസായിട്ട് കിട്ടണമായിരുന്നു. അവൻ വലിയ ടേസ്റ്റിലും അതിലും ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ പറയുന്നത് കറി വെക്കുന്നുണ്ടേ നന്നായിട്ട് വേവണമെന്ന്.
എന്തോ എന്നാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കഴിക്കാതെ റീച്ചാനും നന്നായി കഴിച്ചു, പ്രൈസിനും എല്ലാം ഒത്തിരി ഇഷ്ടമായി. ഒന്ന് ഊറ്റി, ഇനി ഇതുകൊണ്ട് ഊറ്റുന്നേ ഉള്ളൂ. അത് ഇനി ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഇച്ചിരി വെള്ളമുണ്ട്, അത് സാരമില്ല, ആ കപ്പ ഇട്ട് കൊടുക്കാമേ. കപ്പയിൽ ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു, ഇച്ചിരി ഉപ്പ് കിടക്കട്ടെ. കപ്പ ബിരിയാണിക്കൊക്കെ നല്ല വേവുന്ന കപ്പ കിട്ടണം. പക്ഷേ എനിക്ക് ആകെ ഡൗട്ടായിരുന്നു, കാരണം അവിടെ കിട്ടിയ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഡാഡിയുടെ സിസ്റ്ററുടെ മോൻ USA അപ്പം പുള്ളിയുടെ കോള് വന്നായിരുന്നു. മെയിൽ മോൻ്റെ കല്യാണമാണ്, അങ്ങനെ കല്യാണം വിളിക്കാൻ വിളിച്ചതാണ്. അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കപ്പ ബിരിയാണി ഞാൻ പറഞ്ഞില്ലേ നല്ല വേവുന്ന കപ്പ വേണമെന്ന്. അപ്പോൾ ഞാൻ അവിടെ കടയിൽ കയറിയുണ്ടേ വലിയ പൊന്തം കപ്പയായിരുന്നത്. ഞാൻ ചിന്തിച്ചു ഓഹോ ഇത് വേവത്തിലായിരുന്നു. പക്ഷേ എൻ്റെ ദൈവമേ, എൻ്റെ മനസ്സ് പോലെ നല്ല അടിപൊളി കുഴഞ്ഞിരിക്കുന്ന വെണ്ണ പോലെ കുഴയുന്ന കപ്പയായിരുന്നു. കപ്പ കുഴഞ്ഞു കിട്ടിയപ്പം സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്നുള്ള പ്രതീതിയായിപ്പോയി. ഒരു പരസ്യം ഉണ്ടല്ലേ, പോപ്പിക്കുടാന്ന്. അപ്പോൾ ഇത് കുഴയ്ക്കുന്നതിന് മുമ്പിട്ട് കുറച്ച് തേങ്ങ തിരുമ്മിയതൊന്ന് വറുത്തിടും. ചിലർ കൊത്തിടും, പക്ഷേ തേങ്ങ തിരുമ്മിയിടും. പക്ഷേ എനിക്ക് ഇത്രയും സമയമായതുകൊണ്ട് പിന്നെ എനിക്ക് അതുകൂടി ഇടേണ്ടതെന്ന് ചിന്തിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നിങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഇത്രയും കൂടെ നല്ല പ്രൊഫഷണൽ ചെയ്യാനാണെങ്കിൽ ഇച്ചിരി തേങ്ങ കൊത്തും. ഞാനിപ്പോൾ ഇത്തിരി കടുക് ഇച്ചിരി 2 ടീസ്പൂൺ കടുക്, ഉള്ളി, നിങ്ങൾ കൊച്ചുള്ളിയൊക്കെ ചേർക്കണേ ഉണ്ടെങ്കിൽ, നല്ല 2 തണ്ട് കറിവേപ്പില, ഞാൻ സവാളയാണ് ചേർത്തത്. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പിട്ട് ഉണ്ടെങ്കിൽ ഒരു 1/4 മുറിയോ അരമുറിയോ തേങ്ങ വറുത്ത് ഇടുവാണെങ്കിൽ കുറേയും കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതും ടേസ്റ്റിന് ഒരു കുറവും ഇല്ല കേട്ടോ, കുഴപ്പമില്ല. അതുപോലെ കപ്പ ബിരിയാണിക്ക് കുഴയ്ക്കുമ്പോൾ ഇത്രയും പായസം പോലെ കുഴയേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ചൂടോടായിട്ടാണ്, രാത്രിയിലായണേ നല്ല കട്ടിയായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ കൊച്ചുങ്ങളെയൊക്കെ ചിന്തിച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്തത്. നമ്മളിപ്പോൾ അല്ലാതെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇച്ചിരി പീസായിട്ടൊക്കെ കിടക്കുകയാണെങ്കിലും ബീഫ് ഇത്രയും വെന്തില്ലേലും കുഴപ്പമില്ല. ഞാൻ ബീഫൊക്കെ നന്നായി അങ്ങ് വേവിച്ച് ഇങ്ങനായി. പക്ഷേ കാണുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ചൂടോട് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും രാത്രിയാണ് നല്ല കല്ല് പോലായിരുന്നു. മീൻസ് കുറച്ചുകൂടെ അങ്ങ് കുറുകി. ഞാനിതിൻ്റെ അകത്ത് കുറച്ച് സവാള ഇങ്ങനെ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ടേ. ആ സവാളയും കൂടെ എടുത്ത് കഴിക്കുമ്പോൾ കുറേയും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് കഴിച്ച് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ കഴിച്ച് കാണിച്ചില്ലെന്ന്. അതുകൊണ്ട് ഞാനൊന്ന് കഴിച്ചുകൂടെ കാണിക്കാമേ. അപ്പം നല്ല ചൂടാ, തിന്നാൻ പോലും പറ്റാത്ത ചൂടാ. അടിപൊളി ടേസ്റ്റ്. എടാ പിള്ളാരെ, പോൾ, റൈസൻ, നീ ഒന്നേ. ഇങ്ങോട്ടേക്ക്. പോൾ, ഇങ്ങോട്ടേ. ഇങ്ങോട്ട് നോക്കി പറയടാ. ബീഫ് ഇതാ മറ്റേ തുടുക അത് പീസായിട്ട് വേണമായിരുന്നു നിനക്ക്. നിങ്ങളല്ലേ പറയാൻ ചോറ് വേവണം പല്ലേലാവുന്നെന്ന്. वो ट्रांजिशन हजम नहीं हुआ। नमक कम है शायद, ഇച്ചിരി കുറച്ചായിട്ട്. ഈ ചൂടാടാ. अचानक से क्यों बना? ഇങ്ങോട്ട് ഇരിക്കടാ. अचानक से क्यों बना? നീ ഇന്നാളെ തൊട്ട് പറയാമല്ലേ ഇതുണ്ടാക്കുന്നു. ഇവന്മാരറിഞ്ഞില്ല ഞാൻ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെന്ന്.
ബീഫ് എടുത്ത് അതിൻ്റെ മണം വന്നു, പക്ഷേ കപ്പ ബിരിയാണിയാണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ രാത്രി ഞാൻ എനിക്ക് വേണ്ടി കഴിച്ചത്, ഉച്ചയ്ക്ക് ഇത്തിരി ഹെവി അല്ലായിരുന്നോ, അതുകൊണ്ട് വൈകിട്ട് അന്ന് കൊണ്ടുവന്ന ഏത്തക്ക ഉണ്ടായിരുന്നല്ലേ. അപ്പം ഞാൻ ഓട്സ് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓട്സ്, എനിക്ക് ഓട്സ് ഡയറക്റ്റ് നമ്മൾ ഈ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക അങ്ങനെയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി സ്റ്റാർച്ച് കൂടുതലല്ലേ, അതെനിക്കിങ്ങനെ കുഴവഴായിരിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനതൊന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടൊന്ന് പാനിലൊന്ന് വറക്കുമല്ല, ഇച്ചിരി ഒന്ന് ചൂടാക്കി അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറ്റി. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ് ഇട്ടിട്ട് ഒന്നി നിങ്ങൾക്ക് പച്ചവെള്ളത്തിൽ കൂത്ത് വെക്കാം, അല്ലെങ്കിൽ പാലിൽ കൂത്ത് വെക്കാം. പച്ചവെള്ളത്തിൽ കൂത്ത് വെക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കുടിക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി മധുരം നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ്, അതുകൊണ്ട് പാലിൽ വെക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഏത്തക്ക ഉള്ളതുകൊണ്ട് ഏത്തക്ക ഇങ്ങനെ പീസാക്കി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഞാനിതിലൊരു 3-4 ഇച്ചിരി കപ്പലണ്ടിയെ വറുത്തിട്ട്, പച്ചക്കപ്പലണ്ടിയല്ലേ എൻ്റെ ഇരിക്കുന്നത്, അതും ഒരു 10 എണ്ണം കാണുമായിരിക്കും, 10-12. പിന്നെ ഒരു 2-3 ഈന്തപ്പഴം ഞാനൊന്ന് ചെറുതായിട്ട് പീസാക്കി അതും ഇതിൻ്റെ അകത്ത് കുതുക്കാനിട്ട്, പിന്നെ ഇച്ചിരി കറുത്ത മുന്തിരിങ്ങ അതും ഒരു 3-4 എണ്ണം അതും ഇങ്ങനെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ അനാറ് അതൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതാണ്. ഇപ്പം പഞ്ചസാരയ്ക്ക് വരെ വേണേൽ തേൻ ചേർക്കാം. ഞാനിപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ ഏത്തക്ക ഇതിലിട്ടതുകൊണ്ട് ആ മധുരത്തിലങ്ങ് കഴിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇത് നമ്മുടെ വയറ് ഫുള്ളായിട്ട് കിടക്കും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തു. അപ്പോൾ ഞാനിത് ഗ്രേപ്സ് ഇത്തിരി കുതിർത്ത് വെച്ചതാണ്, അതുകൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ ഈ ഓട്സും ചിയ സീഡും കൂടെ ഒന്ന് സോക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. എന്നിട്ട് ഇപ്പം ഞാനിതിൽ നല്ല ചൂട് പാലാണ് ഒഴിക്കുന്നത്. അന്നേരം ആ തണുപ്പെല്ലാം അങ്ങ് മാറി നമുക്ക് കുടിക്കത്തക്ക വിധത്തിലുള്ള ടെമ്പറേച്ചറാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.